ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, കേരള മെഡിക്കൽ റാങ്കിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരുപാട് പേര് അത് പല രീതിയിലുള്ള കോഴ്സുകൾക്ക്, ഈ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കോഴ്സുകൾക്ക്, അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള കമ്മ്യൂണിറ്റി, നമുക്കറിയാം EWS, സ്പോട്ട്, NRI, മൈനോറിറ്റി ഒക്കെ, മുസ്ലിം, ഈഴവ ഒക്കെ ഈ ഒരു അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ക്ലിയർ പിക്ചർ നിങ്ങളുടെ മുന്നിലേക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കും ഇനി ഇങ്ങനെയുള്ള വാർത്തകൾക്കും ഒക്കെ ആയിട്ട് മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീമിലെ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സപ്പോർട്ടും വരുന്ന ദിവസങ്ങളിൽ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സും ഒക്കെ ഞങ്ങൾ തരുന്നതായിരിക്കും ഈ മെഡിക്കൽ സ്റ്റുഡൻസിനും. അപ്പോൾ കേരള മെഡിക്കൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾ ഇന്ത്യ കണ്ടതുപോലെ ആയിരിക്കില്ല. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഓപ്ഷൻ രജിസ്ട്രേഷൻ മുതൽ നമുക്ക് ഒരു തവണ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അതിനെ ബേസ് ചെയ്തായിരിക്കും അലോട്ട്മെന്റ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ ഒരു കീമും നീറ്റ് സ്കോറും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ എന്ത് വന്നത്, കേരള മെഡിക്കൽ റാങ്ക് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇനിയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കേരള മെഡിക്കൽ അലോട്ട്മെന്റിന്റെ നിലവിലുള്ള തീയതികൾ എപ്പോഴൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് തന്നെ വരാം. അതായത് ജൂലൈ 21 മുതൽ ഓൾ ഇന്ത്യ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന അപ്ഡേറ്റ് നമുക്ക് വന്നതാണ്. പക്ഷേ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് അനുസരിച്ച് നമുക്ക് വന്നു. പക്ഷേ ഇനി എന്ന് പറയുന്നത് ബൈ ഓഗസ്റ്റ് 1 അതിന്റെ കാറ്റഗറി റാങ്ക് റിലീസ് ചെയ്യുമെന്നാണ് ചില വെബ്സൈറ്റുകൾ ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ കീമിൽ കണ്ട പോലെ കാറ്റഗറി റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ നിങ്ങളുടെ യഥാർത്ഥ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ജൂലൈ 30, അതായത് ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂലൈ 29, അപ്പോൾ ജൂലൈ 30 തന്നെ നിങ്ങളുടെ ഓപ്ഷനുകൾ ബിൽഡ് ചെയ്ത് തുടങ്ങും എന്നൊരു അപ്ഡേറ്റ് ഇതിലുണ്ട്. അപ്പോൾ നമുക്കിതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ പറ്റുന്ന അപ്ഡേറ്റ് ബൈ ഓഗസ്റ്റ് 1 നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് അല്ലെങ്കിൽ കൗൺസിലിംഗ്, കേരള മെഡിക്കൽ റാങ്ക് കൗൺസിലിങ്ങും ബാക്കി കാര്യങ്ങളും ഒഫീഷ്യലായിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, ഇനിഷ്യേറ്റ് ചെയ്യും. അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ട് വരുന്നത്. ഏതൊക്കെ സ്ഥാപനങ്ങൾ, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വയ്ക്കണം, അതുപോലെ തന്നെ നിങ്ങൾ എടുക്കാൻ പോകുന്ന സ്ട്രീം കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. അവിടെയൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് അനാലിസിസ് കട്ട് ഓഫുമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഒന്ന് കമ്പാരിസൺ ചെയ്തുകൊണ്ട് വേണം ഇത്തരത്തിൽ വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കീമുകളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് തന്നിട്ടുണ്ട്. അതുപോലെ ആയിരിക്കില്ല, അതിൽ നിന്ന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നീട് ഫീ പേയ്മെന്റ് ബാക്കി കാര്യങ്ങളൊക്കെ വരും. ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് കമന്റ് വഴി ചോദിക്കാവുന്നതാണ്. അതല്ല, ഇനി അങ്ങോട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ ആവശ്യമാണെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്തായാലും നിലവിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ടെനറ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഇതാണ്. പലരും ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം റാങ്ക് വെച്ചിട്ട് എത്ര റാങ്ക് വരെ ഇന്ന കാറ്റഗറിയിൽ കിട്ടുമെന്നൊക്കെ പലയിടത്തും പോയി മെന്റർഷിപ്പ് പോലെ ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ 2024 ഫുൾ ഡേറ്റ അവൈലബിൾ ആണ്. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിഫൈ ആയിട്ടുള്ള ഡേറ്റ, ലൈക്ക് ഒരു അനാലിസിസ് മോഡ് നിങ്ങൾക്ക് ലഭിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെ പിക്ക് ചെയ്യാം, ഏതൊക്കെ കോളേജുകൾ വയ്ക്കണമെന്ന് തീരുമാനിക്കാം. കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.